ഹായ്, ഞാൻ മിഥുൻ. ഗവൺമെൻറ് ITI കൊഴിഞ്ഞാമ്പാറയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയറുകളെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറുകളെ പറ്റി പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ആദ്യമായി തന്നെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എങ്ങനെയാണെന്ന് നോക്കാം. സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ AC സപ്ലൈ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്. സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിൻ്റെ പകുതിയിൽ നിന്ന് ഒരു ടാപ്പിങ്സ് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ടാപ്പിംഗ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാപ്പിങ്ങിൽ നിന്ന് മറ്റു രണ്ട് ടെർമിനലുകളിലേക്കും ഈക്വൽ വോൾട്ടേജ് ആയിരിക്കും. നമ്മളെ ട്രാൻസ്ഫോമർ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 240/24 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ടാപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ സെൻട്രൽ ടാപ്പിംഗ് ടു അതർ 2 ടെർമിനൽസ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആയിരിക്കും. ടോട്ടൽ 24 ആണെങ്കിൽ VS1ഉം VS2യും 12 വോൾട്ടുകളായിരിക്കും. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാഫ് വേവ് റെക്ടിഫയറിൽ നിന്ന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ 2 ഡയോഡുകൾ ഉണ്ടാവും, D1 ആൻഡ് D2. അതുപോലെ തന്നെ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ സെൻട്രൽ ടാപ്പിങ്ങിലാണ്. ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് സപ്ലൈയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇത് റെക്ടിഫൈ ചെയ്ത് നമുക്കൊരു പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് തരും. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആ ഫിഗർ B നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ AC വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ VS1 എന്ന് പറയുന്ന പോർഷൻ്റെ ഏറ്റവും മോൾ ഭാഗം മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു ബോട്ടം പോർഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുകയും ആ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് ഡയോഡ് D2 റിവേഴ്സ് ബയാസ്ഡ് ആവുകയും അവിടെ ഓപ്പൺ സർക്യൂട്ട് ആവുകയും ചെയ്യും. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ആ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ നിന്ന് പോയി ഡയോഡ് D1 കണ്ടക്ട് ചെയ്ത് നേരെ RL ലോഡിലൂടെ വന്ന് ആ സെൻട്രൽ ടാപ്പിങ്ങിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആവുകയും ഡയോഡ് D2 ഫോർവേഡ് ബയാസ്ഡ് ആവുകയും കണ്ടക്ഷൻ ട്രാൻസ്ഫോമറിൻ്റെ ബോട്ടം പോർഷനിലെ ടെർമിനലിൽ നിന്ന് ഡയോഡ് D2 കണ്ടക്ട് ചെയ്ത് നേരെ വന്ന് RL ലോഡിലൂടെ സെൻട്രൽ ടാപ്പിങ്ങിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും റെക്ടിഫൈ ചെയ്ത് DC ആക്കുന്നതാണ്. ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് സെൻട്രൽ ടാപ്ഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടിരുന്നു. അതുപോലെ അങ്ങനെ സെൻട്രൽ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്തു പോകും. സെക്കൻഡറി ടോട്ടൽ വോൾട്ടേജ് 24 വോൾട്ട് ആണെങ്കിൽ സെൻട്രൽ ടാപ്പിങ്ങിൽ നിന്ന് 2 ടെർമിനലിലേക്കും ഈക്വലായിട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകും. അതിനെ നമുക്ക് 2 ഹാഫ് വേവ് റെക്ടിഫയേഴ്സ് ആർ കണ്ടക്ടിങ് ഓൺ ആൾട്ടർനേറ്റ് ഹാഫ് സൈക്കിൾസ് ഓഫ് ഇൻപുട്ട് AC എന്ന് പറയാം. പിന്നെ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആവുകയും ഡയോഡ് D2 റിവേഴ്സ് ബയാസ്ഡ് ആവുകയും
കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് D1 ടു RL ആൻഡ് ടു സെൻട്രൽ ടാപ്ഡ് ടെർമിനലിൽ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് D1 റിവേഴ്സ് ബയസ്ഡ് ആവുകയും D2 ഫോർവേഡ് ബയസ് ആവുകയും കറണ്ട് ഫ്ലോ അവിടെ സെൻട്രൽ ടാപ്പിങ്ങിലൂടെ പോസിബിൾ ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് ലോഡ് കറണ്ട് ഈസ് ഇൻ സെയിം ഡയറക്ഷൻ ഡ്യൂറിങ് ബോത്ത് ദ ഹാഫ് സൈക്കിൾസ് ഓഫ് AC ഇൻപുട്ട്. ബോത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ വേവ് ഫോം നോക്കാം. വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം കൊടുത്തിരിക്കുന്നത് AC വേവ് ഫോമാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് റെക്ടിഫൈഡ് പൾസേറ്റിംഗ് DC വേവ് ഫോമാണ്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഡയോഡ് D1 കണ്ടക്ട് ചെയ്ത് റെക്ടിഫൈഡ് ആയിട്ടുള്ളൊരു പൾസേറ്റിംഗ് DC ഔട്ട്പുട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാം. അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഡയോഡ് D2 കണ്ടക്ട് ചെയ്ത് നമുക്കൊരു പൾസേറ്റിംഗ് ഔട്ട്പുട്ട് കാണാം. അത് അങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിൽ എങ്ങനെയായിരുന്നു? അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കണ്ടക്ട് ചെയ്തിരുന്നുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഫുൾ വേവ് റെക്ടിഫയറിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് കണ്ടക്ട് ചെയ്ത് നമുക്ക് ഒരു റെക്ടിഫൈഡ് പൾസേറ്റിംഗ് DC ലഭിക്കും. DC ഔട്ട്പുട്ട് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് തന്നെ VRMS എന്ന് പറയുന്നത് 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് VRMS ഡിവൈഡഡ് ബൈ 0.707 ആണ്. അതുപോലെ തന്നെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് VDC ഈസ് ഈക്വൽ ടു 0.318 ഇൻറ്റു VP പ്ലസ് 0.318 ഇൻറ്റു VP. അപ്പോൾ 0.636 ഇൻറ്റു VP ആണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 0.636 ഇൻറ്റു VRMS ഡിവൈഡഡ് ബൈ 0.707 ആണ്. അപ്പോൾ നമ്മുടെ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വാല്യൂ ഓഫ് VDC എന്ന് പറയുന്നത് 0.9 ഇൻറ്റു VRMS ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഇൻപുട്ട് വാല്യൂ ഓഫ് AC വോൾട്ടേജ് എന്ന് പറയുന്നത് 24 വോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0.9 ഇൻറ്റു 24 21.6 വോൾട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് PDC ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു VP ബൈ പൈ ആണ്. VP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആണ്. അതുപോലെ തന്നെ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VRMS ഈസ് ഈക്വൽ ടു VP ബൈ √2 ആണ്. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ്. റെക്ടിഫയർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.2%. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 0.48 ആണ്. അതുപോലെ ട്രാൻസ്ഫോർമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.693 ആണ്. ഫോം ഫാക്ടർ 1.11 ആണ്. പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് √2 അല്ലെങ്കിൽ 1.414 ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ടൈംസ് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ഇനി നമുക്ക് ഈ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ a center tap transformer that produces equal voltage on each half cycle of the secondary winding is difficult to manufacture and hence expensive. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോർമർ ആണ്. ആ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോർമർ
കോസ്റ്റ്ലിയും അതുപോലെ ഹെവിയുമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ഓർഡിനറി ട്രാൻസ്ഫോമറിൽ വെച്ചിട്ട് ബൾക്കിയും അതുപോലെ തന്നെ സ്പേസ് കൂടുതൽ ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, in a two diode full wave rectifier only half of the secondary voltage is made use at a time, although it works in both positive and negative half cycles. നമ്മൾ അറ്റ് എ ടൈം ആ ട്രാൻസ്ഫോമറിൻ്റെ പകുതി വോൾട്ടേജ് മാത്രമേ, സെക്കൻഡറിയുടെ പകുതി വോൾട്ടേജ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പകുതി നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ആ പകുതി യൂസ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത പകുതി യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് ഹാഫ് സൈക്കിളിൽ അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറുകളെ പറ്റിയിട്ടാണ്. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു ഫുൾ വേവ് റെക്ടിഫയർ തന്നെയാണ്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് ഓർഡിനറി ട്രാൻസ്ഫോമറാണ്, ഒരു സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്തിട്ടുള്ള ഒരു റെക്ടിഫയർ ആണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ 4 ഡയോഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫുൾ വേവിൽ 2 ഡയോഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ 4 ഡയോഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് ഫോമിലാണ് നമ്മൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത്. D1, D2, D3, D4 എന്നുള്ള 4 ഡയോഡുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് D2 എന്ന ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുകയും ആ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുവഴി എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ സാധിക്കുകയും ബിയിൽ നിന്ന് ലോഡിലൂടെ ഡിയിലേക്ക് എത്തുകയും അതിനുശേഷം D3 ഉള്ള ഡയോഡും ഫോർവേഡ് ബയാസ്ഡ് ആവുകയും ഡിയിൽ നിന്ന് സിയിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും സിയിൽ നിന്ന് തിരിച്ച് ട്രാൻസ്ഫോമറിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഡയോഡ് D1ഉം D4ഉം കണ്ടക്ട് ചെയ്യുകയും സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ബ്രിഡ്ജ് റെക്ടിഫയറിൽ അറ്റ് എ ടൈം 2 ഡയോഡുകൾ ഫോർവേഡ് ബയാസ്ഡായി സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 4 ഡയോഡുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ നമുക്ക് ആവശ്യമില്ല. നോർമൽ ട്രാൻസ്ഫോമർ കൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ വർക്ക് ചെയ്യിക്കുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഡയോഡ് D2ഉം D3ഉം ഫോർവേഡ് ബയാസ്ഡ് ആവുകയും കറണ്ട് ഫ്ലോസ് ത്രൂ ഡയോഡ് D2, ലോഡ് റെസിസ്റ്റൻസ് RL ആൻഡ് D3 ടു ദ അതർ എൻഡ് ഓഫ് ദ സെക്കൻഡറി. അതുപോലെ during the negative half of the secondary voltage, diode D1 and D4 are conducting. Current flows through the diode D4, resistor RL and diode D1 to other end of the secondary. പിന്നെ 2 കേസുകളിലും ലോഡ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. So, a fluctuating DC is developed across the load resistor RL. നമുക്ക് വേവ് ഫോം നോക്കാം. വേവ് ഫോം ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സിമിലർ ഔട്ട്പുട്ട് DC വേവ് ഫോം തന്നെയാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഹാഫ് സൈക്കിളിലും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും 2 ഡയോഡുകൾ വീതം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1ഉം D3ഉം കണ്ടക്ട് ചെയ്ത് DC വേവ് ഫോമും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2ഉം D4ഉം കണ്ടക്ട് ചെയ്തിട്ടുള്ള വേവ് ഫോമും കാണാം. അടുത്തതായി നമുക്ക്
ഡി സി ഔട്ട്പുട്ട് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.707 ഇൻറ്റു വി പി ആണ്. വി പി എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് VRMS/0.707 ആണ്. ആവറേജ് വാല്യൂ VDC എന്ന് പറയുന്നത് 0.636 ഇൻറ്റു മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ആവറേജ് ഔട്ട്പുട്ട് വാല്യൂ ഓഫ് DC വോൾട്ടേജ് ഇൻ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് 0.9 ഇൻറ്റു VRMS തന്നെയാണ്. സെയിം ആസ് ഫുൾ വേവ് റെക്ടിഫയർ തന്നെയാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ്. 24 വോൾട്ട് ഇൻപുട്ട് AC ആണെങ്കിൽ 21.6 വോൾട്ട് നമുക്ക് DC ഔട്ട്പുട്ട് ലഭിക്കും. അടുത്തതായി നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VDC ഈസ് ഈക്വൽ ടു 2Vp/π ആണ്. RMS ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VRMS ഈസ് ഈക്വൽ ടു Vp/√2 ആണ്. റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.2% റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 0.48 ആണ്. ട്രാൻസ്ഫോർമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ 0.81 ആണ്. ഫോം ഫാക്ടർ 1.11 ആണ്. പീക്ക് ഫാക്ടർ 1.414 അഥവാ √2 ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VP ആണ്. നമ്മളിനി 3 റെക്ടിഫയറുകളുടെയും ഒരു കമ്പാരിസൺ ടേബിൾ ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്പർ ഓഫ് ഡയോഡുകളെ കുറിച്ച് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയർ ആവുന്ന സമയത്ത് നമ്മൾ ഒരു ഡയോഡാണ് യൂസ് ചെയ്തിരുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ ആയപ്പോൾ അത് 2 ഡയോഡുകളായി. ബ്രിഡ്ജ് റെക്ടിഫയർ ആയപ്പോൾ 4 ഡയോഡുകളായി കൂടി. അതുപോലെ ട്രാൻസ്ഫോമർ പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൽ VPക്ക് തന്നെയാണ്. ഫുൾ വേവ് റെക്ടിഫയറിലാവുമ്പോൾ 2Vpക്കാണ്. ബ്രിഡ്ജ് റെക്ടിഫയർ ആവുമ്പോൾ അത് വീണ്ടും VPക്ക് തന്നെ ആവും. ഇനി DC ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് VS പീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എന്ന് പറയുന്നത് 0.318 ഇൻറ്റു VS പീക്കാണ്. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ 0.636 ഇൻറ്റു VPക്കാണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും 0.636 ഇൻറ്റു VPക്ക് തന്നെ ആണ്. അതുപോലെ ആദ്യം നമ്മൾ നോക്കിയത് ആവറേജ് വാല്യൂ ആണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഹാഫ് വേവിൽ എന്ന് പറയുന്നത് 0.45 ഇൻറ്റു VRMS ആണ്. ഫുൾ വേവിൽ ബ്രിഡ്ജ് റെക്ടിഫയറിലും 0.9 ഇൻറ്റു VRMS ആണ്. ഇനി ഡയോഡ് കറണ്ട് റേറ്റിങ്ങിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ലോഡ് കറണ്ട് തന്നെയാണ്. IL മാക്സിമം തന്നെയാണ് ഡയോഡിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഫുൾ വേവിലാണെങ്കിൽ 0.5 ഇൻറ്റു IL മാക്സ് ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറിലും 0.5 ഇൻറ്റു IL മാക്സ് തന്നെ ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണെങ്കിൽ ഹാഫ് വേവിൽ VS പീക്കും ഫുൾ വേവിൽ 2 VS പീക്കും ബ്രിഡ്ജ് റെക്ടിഫയറിൽ VS പീക്കും ആണ്. റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിലാണെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയാണ് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറിലും 2 ഇൻറ്റു ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെ ആണ്. ഇനി നമുക്ക് ഫിൽറ്ററുകളെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.